Friends. Good evening, Prince. ഇന്ന് കുറേ നേരം പ്രാർത്ഥിച്ചല്ലോ. എന്താ വിശേഷം? നാളെയാണ് ക്ലാസ് ടെസ്റ്റിന്റെ റിസൾട്ട്. എല്ലാം നന്നായി വരണമെന്ന് പ്രേ ചെയ്തതാണ് ഗ്രാൻഡ്പാ. അപ്പോ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ? ഇല്ല ഗ്രാൻഡ്പാ. അതെന്തേ? ഗ്രാൻഡ്പാ, ഞാൻ നന്നായി പഠിച്ചു. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചു എക്സാമും എഴുതി. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. എന്റെ ശ്രമങ്ങൾ ഫലിച്ചാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും. അതിനുവേണ്ടി മാത്രമേ ഞാൻ പ്രേ ചെയ്തുള്ളൂ. നല്ല കുട്ടി. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും അഹങ്കാരമോ വിദ്വേഷമോ ആർത്തിയോ വരാൻ പാടില്ല. ദൈവ തീരുമാനം മാത്രമേ നടക്കൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. Muttapanya prasavane, Ponnangurichi muttapanya prasavane, muttapanya prasavane, Ponnangurichi muttapanya prasavane, Ponnangurichi muttapanya prasavane. Adam, Ponnangurichi muttapanya prasavane, Ponnangurichi muttapanya prasavane, muttapanya prasavane, Ponnangurichi muttapanya prasavane. ഡോ ആദം, ഒന്ന് കണ്ണു തുറക്ക്. നീ എന്ത് ചെയ്യ ആദം? നീ കണ്ടില്ലേ റോമിക്സ്, ഞാൻ പ്രാർത്ഥിക്കുവോ? എന്തിന്? എടാ, നിനക്കറിയില്ല ഇന്ന് ക്ലാസ് ടെസ്റ്റിന്റെ റിസൾട്ടാ. അത് കണ്ടോ? അത് നമ്മുടെ ആൻസർ പേപ്പേഴ്സ് ആണ്. ഇന്നറിയാം ആർക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന്. ഞാൻ എന്റെ പൊന്നംകുരിശ് മുത്തപ്പനെ നന്നായി വിളിച്ചു പ്രാർത്ഥിച്ചാൽ നല്ല മാർക്ക് കിട്ടിയാലോ? നീ ചിരിക്കണ്ട. നീയും നന്നായി പ്രാർത്ഥിച്ചോ, ഇല്ലെങ്കിൽ നിനക്കേ മുട്ട കിട്ടും. പ്രിൻസ്, നിനക്ക് പേടിയുണ്ടോ? എന്തിനു പേടി? അല്ല, മാർക്കിന്റെ കാര്യത്തിൽ. നോക്കൂ സ്റ്റെഫി, നമ്മൾ പഠിച്ചു, ആത്മാർത്ഥമായി എക്സാം പേപ്പർ അറ്റൻഡും ചെയ്തു. പിന്നെ എന്തിനു പേടിക്കണം? പിന്നെ മനസ്സിനാണ് ധൈര്യം വേണ്ടതെങ്കിൽ അതിന് ദൈവത്തിനോട് പ്രേ ചെയ്താൽ പോരെ? മൊട്ട എനിക്കല്ല, നിനക്കല്ലേ വേണ്ടേ? നിനക്കല്ലേ എപ്പോഴും വിശക്കുന്നേ. സൈലൻസ്. കുട്ടികളെ, നിങ്ങളുടെ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പ്രിൻസ്, ഇങ്ങ് വരൂ. ഈ പേപ്പേഴ്സ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ.
ദേ സ്റ്റെഫി, ഞാൻ പറഞ്ഞില്ലേ, നല്ലവണ്ണം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. അതെ പ്രിൻസ്, ദേ നോക്ക്, എനിക്കും നല്ല മാർക്സ് കിട്ടി. ടീച്ചർ, ഞങ്ങളുടെ പേപ്പേഴ്സ് മാത്രം കിട്ടിയില്ലല്ലോ. യെസ്, നിങ്ങളുടെ പേപ്പേഴ്സ്, നിങ്ങളുടെ രണ്ടുപേരുടെയും പേപ്പേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ ഒരേ മാർക്കാണ് വരുന്നത്. അതെ, പേപ്പേഴ്സ് ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും ഒരേപോലെ ആൻസർ ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങൾക്കറിയില്ല ടീച്ചർ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഞാൻ ഭക്ഷണം പോലും ഉപേക്ഷിച്ചാ പഠിച്ചേ. ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചതാ ടീച്ചർ. എനിക്കറിയാം, നിങ്ങളിൽ ഒരാൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അതാരാണെന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം. ഞാനല്ല ടീച്ചർ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വരെ സമയം തരാം. എന്നാലും ആരാവും കോപ്പി അടിച്ചത്? ശോ, കഷ്ടായി പോയി. സത്യം പറഞ്ഞില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ആദം, റോമെക്സ്, നിങ്ങൾ സത്യം പറയണം. ആരാണ് നോക്കിയെഴുതിയത്? അതെ, നിങ്ങൾ സത്യം പറഞ്ഞേ മതിയാകൂ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. നന്നായി പഠിച്ചിരുന്നു ഞാൻ. ഇല്ല, നീയാ കോപ്പി അടിച്ചേ. ഞാൻ എന്തിനു കോപ്പി ചെയ്യണം? എനിക്ക് പേപ്പേഴ്സ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ദേ, ഗ്രാൻഡ്പ വരുന്നു. ആഹാ, രക്ഷപ്പെട്ടു. അപ്പോ ഇനി ഗ്രാൻഡ്പ കണ്ടുപിടിച്ചോളൂ. ഗുഡ് ഈവനിങ് കുട്ടികളെ. ഗുഡ് ഈവനിങ് ഗ്രാൻഡ്പ. എന്താ കുട്ടികളെ, എല്ലാവരും കൂടി ഒരു ഗംഭീര ആലോചനയിലാണല്ലോ. ഗ്രാൻഡ്പ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരവും ഉണ്ടാവും പ്രിൻസ്. പറയൂ പ്രിൻസ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാൻ കോപ്പി അടിച്ചിട്ടില്ല ഗ്രാൻഡ്പ. ആദം, റോമെക്സ്, അവിടെ ഇരിക്കൂ. പ്രിൻസ് കാര്യം പറയും, എന്നിട്ട് നമുക്ക് നോക്കാം. ആഡം, റോമെക്സ്, കുട്ടികളെ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്. പ്രിൻസ്, നീ പറയൂ. ഗ്രാൻഡ്പ, ഇന്ന് ഞങ്ങളുടെ ക്ലാസ് ടെസ്റ്റിന്റെ റിസൾട്ട് ആയിരുന്നു. പ്രിൻസ്, ഇങ്ങ് വരൂ. ഈ പേപ്പേഴ്സ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ. ടീച്ചർ, ഞങ്ങളുടെ പേപ്പേഴ്സ് മാത്രം കിട്ടിയില്ലല്ലോ. യെസ്, നിങ്ങളുടെ പേപ്പേഴ്സ്, നിങ്ങളുടെ രണ്ടുപേരുടെയും പേപ്പേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ ഒരേ മാർക്കാണ് വരുന്നത്. അതെ, പേപ്പേഴ്സ് ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും ഒരേപോലെ ആൻസർ ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങൾക്കറിയില്ല ടീച്ചർ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഞാൻ ഭക്ഷണം പോലും ഉപേക്ഷിച്ചാ പഠിച്ചേ. ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചതാ ടീച്ചർ. എനിക്കറിയാം, നിങ്ങളിൽ ഒരാൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അതാരാണെന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം.
സത്യം പറഞ്ഞില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ഇതാണ് ഗ്രാൻഡ്പാ പ്രശ്നം. ഇവരിൽ ആരാണ് കോപ്പി ചെയ്തതെന്ന് ഇവർ തന്നെ പറയുന്നില്ല. അപ്പോ അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാനല്ല ഗ്രാൻഡ്പാ കോപ്പി അടിച്ചത്. കുട്ടികളെ, നിങ്ങൾ നമ്മുടെ ബൈബിളിലുള്ള ഒരു പ്രധാന കഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പീലാത്തോസ് റോമൻ രാജാവിന്റെയും യേശുവിന്റെയും ഉണ്ടോ? കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കും കേൾക്കണ്ടേ ആ പ്രധാന കഥ? ആ കാലത്ത് പീലാത്തോസ് ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. പീലാത്തോസ് നല്ല ആശയക്കുഴപ്പത്തിലായിരുന്നു. യഹൂദന്മാർ പല പീഡനങ്ങളും യേശുവിന് നൽകി വരുന്നതായി പീലാത്തോസിന് അറിയാമായിരുന്നു. മനസ്സിൽ യേശുവിനോട് പീലാത്തോസിന് യാതൊരു വിദ്വേഷവും ഇല്ലായിരുന്നു. യേശു തെറ്റുകാരനല്ല എന്നും അവൻ വിശ്വസിച്ചു. എന്നാൽ യഹൂദന്മാരുടെ ആവശ്യം ഒന്നു മാത്രമായിരുന്നു: യേശുവിനെ കഠിനമായി ശിക്ഷിക്കുക. പീലാത്തോസ് അവരുമായി ഒരുപാട് സംസാരിച്ചെങ്കിലും യഹൂദന്മാർ വഴങ്ങിയില്ല. യഹൂദന്മാരുടെ ആവശ്യം ഒന്നു മാത്രമാണെന്നും അത് കിട്ടാതെ അവർ ക്ഷമിക്കില്ലെന്ന് അവൻ പൂർണ്ണമായും വിശ്വസിച്ചു. അവസാനം പീലാത്തോസിന് ഒരു ബുദ്ധി തോന്നി. പീലാത്തോസ് അവർക്ക് മുൻപിൽ ഒരു തീരുമാനം വെച്ചു. നിങ്ങൾക്ക് അതിക്രൂരനായ ബറാബാസിനെ വേണോ അതോ യേശുവിനെ വേണോ? ആരെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ ഞാൻ മോചിപ്പിക്കാം. ബറാബാസ് എന്ന ക്രൂരനെ ഒരിക്കലും യഹൂദർ അവരുടെ ഇടയിലേക്ക് സ്വീകരിക്കില്ലെന്ന് പീലാത്തോസ് വിശ്വസിച്ചു. എന്നാൽ യഹൂദന്മാർ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതിയെന്ന്. അങ്ങ് യേശുവിനെ ക്രൂശിലേറ്റണമെന്നും. യഹൂദരുടെ തീരുമാനം കേട്ട പീലാത്തോസ് ഞെട്ടിപ്പോയി. പീലാത്തോസിന് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടി പീലാത്തോസ് ചോദിച്ചെങ്കിലും യഹൂദരുടെ ആവശ്യം ബറാബാസിനെ മോചിപ്പിക്കുക എന്നതായിരുന്നു. പീലാത്തോസ് മനസ്സില്ലാ മനസ്സോടെ യേശുവിനെ ക്രൂശിക്കാനായി ഉത്തരവിറക്കേണ്ടി വന്നു. അതിനുശേഷം യഹൂദർക്ക് സംഭവിച്ചതും നിങ്ങൾക്കറിയാമല്ലോ. കുറ്റഭാരം താങ്ങാനാകാതെ പീലാത്തോസ് ചെയ്തതും നിങ്ങൾക്കറിയാം. യേശു സത്യമാകുന്നു, നന്മയും; ബറാബാസ് തിന്മയും. അപ്പോ ഇന്ന് ടീച്ചർ നിങ്ങളോട് ചോദിച്ചതും അത് തന്നെയായിരുന്നു. നിങ്ങളിൽ ആരാണ് കോപ്പി ചെയ്തത്? കോപ്പി ചെയ്തത് തിന്മയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, യേശുവിനെ സ്വീകരിക്കണോ അതോ ബറാബാസിനെയോ? ഗ്രാൻഡ്പാ, ഗ്രാൻഡ്പാ, ഞങ്ങൾക്ക് യേശുവിനെ സ്വീകരിച്ചാ മതി. തെറ്റ് ചെയ്തത് ഞാനാണ് കോപ്പി ചെയ്തത്. നല്ല തീരുമാനം റോമക്സ്. നാളെ തന്നെ ടീച്ചറിനെ കണ്ട് ക്ഷമ ചോദിക്കുക. യേശു നിന്റെ കൂടെ എന്നും ഉണ്ടാവും.
ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ആ, എന്തായി? നിങ്ങൾ സത്യം പറയാൻ തീരുമാനിച്ചോ? അതെ ടീച്ചർ. എങ്കിൽ പറയൂ. ഞാനാണ് തെറ്റ് ചെയ്തത്. ആദം കുറ്റക്കാരനല്ല. അതെ ടീച്ചർ, ഞാനാണ് കോപ്പി ചെയ്തത്. ഞാൻ തെറ്റ് ചെയ്ത് അത് മറച്ചു വെക്കുക വഴി കൂടുതൽ തെറ്റിലേക്ക് ഞാൻ പോകുകയായിരുന്നു. ഗ്രാൻഡ്പ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. റോമക്സ്, നീ ഭാഗ്യവാനാണ്. അതുകൊണ്ടാ നിനക്ക് പ്രിൻസിനെയും കൂട്ടുകാരെയും കിട്ടിയത്. ഇപ്പോ നീ ശരിക്കും യേശുവിന്റെ കൂടെയാണ്. ബറാബാസിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ഇനി നന്നായി പഠിച്ചോളൂ. നാളെ ഞാൻ റോമക്സിന് വേണ്ടി മാത്രം ഒരു ടെസ്റ്റ് വെക്കും. റോമക്സിന് ഒരു അവസരം കൂടി കൊടുക്കണ്ടേ കുട്ടികളെ? എന്താ കൊച്ചു കൂട്ടുകാരെ, നമുക്ക് റോമക്സിന് ഒരവസരം കൂടി കൊടുക്കണ്ടേ? താങ്ക് യു ടീച്ചർ. Good morning, teacher. Good morning, teacher. Good morning, students. All the best, Romax. All the best, Romax. Romax, come here. റോമക്സ്, നീ നന്നായി പേപ്പർ അറ്റംപ്റ്റ് ചെയ്തു. നല്ല മാർക്കും കിട്ടി. താങ്ക് യു ടീച്ചർ. സത്യത്തിന്റെയും നന്മയുടെയും വഴി എന്നും കഠിനമായിരിക്കും.
നന്മയുടെ വഴി എന്നും എളുപ്പവും. പക്ഷേ സത്യം എന്നും എവിടെയും വിജയിക്കുകയും തിന്മ തോൽക്കുകയും ചെയ്യും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. എന്നും തല ഉയർത്തി നടക്കുന്നത് നന്മ നിറഞ്ഞ ഒരു മനസ്സ് മാത്രമാണ്. ബറാബാസിനെ പോലെയുള്ള തിന്മ നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ യേശു എന്ന നന്മ നമ്മളിൽ നിന്നും അകന്നു പോകും. Friends and friends.